അതെ, ഞാൻ കള്ളനാ, കണ്ണി ചോരയില്ലാത്തവനാ. എന്നും എന്നെ കുറ്റപ്പെടുത്താനും തള്ളി പറയാനും അല്ലാതെ എന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ നിങ്ങൾ എന്തെങ്കിലും ഈ പടി കയറുക. എനിക്ക് ഭ്രാന്താണെന്നേ, എല്ലാവരെയും സ്നേഹിച്ചു പോയതുകൊണ്ടുള്ള ഭ്രാന്ത്. ഈ പൊക്കത്തിലും വണ്ണത്തിലും വളർന്ന് എനിക്കറിയാം എങ്ങനെ ജീവിക്കണം. എന്റെ എത്ര കളി കണ്ടിട്ടുള്ളതാ നീ. ഒടുക്കത്തെ ഈ കളി കൂടി നീ ഒന്ന് കാണ്. നാലാം ക്ലാസ്സിൽ ജയിച്ച എന്നെ 10ാം ക്ലാസ്സിൽ തോറ്റ നീ കളിയാണ്. ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ഭാര്യ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവിതം വീടിനകത്താണ്. എന്റെ ജോർജൂട്ടി, നാട് ഓടുമ്പോ നടുവേ ഓടണം. ഇതെല്ലാം കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ നടന്ന സംഭവങ്ങളല്ലേ? കണ്ണുള്ളവരാരും കാണാത്തൊരു കൊലപാതക കണ്ണില്ലാത്ത ഇവൻ മാത്രം കാണിച്ചു. ആരും ഒന്നും ചെയ്യരുത്. പോലീസ് വരും, ഞാൻ അവരുടെ കൂടെ പോകും. നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ. എന്റെ പിള്ളേരെ തൊടുവടാ. ഇവിടെ ഒരാൾ എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് മാസങ്ങളായി. ഉന്നത സാറ് വീട്ടിലെങ്കിലും ചിരിക്കാറുണ്ടോ? ചിരിച്ചല്ലോ. ദുഷ്ട. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ 16 വയസ്സാണ്. വള്ളിരിക്കലിൽ നിന്നും ഒറ്റമുണ്ടിലേക്ക് കയറുന്ന പ്രായം. ഞാനിപ്പോ അവിടെ നിൽക്കുകയാണ്. ഉൾവിളി ഉൾവിളി. വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് I lost that touch. I am not confident anymore. As a lawyer, ഈ കേസിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭയന്ന് എല്ലാം ഉള്ളിലൊതുക്കി വിജയെന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ, എന്താ, എങ്ങനെയാന്ന്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെ സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണ്. Better you try to change, Mr. Senior. എന്റെ ചെറുപ്പകാലം മുതലുള്ള സ്വപ്നം മരണം വരെ അന്വേഷണം ഉണ്ടാകും. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി ഒന്നും സംഭവിക്കുന്നില്ല. ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ അപകടത്തിലാക്കും.